ഹായ് ഗൈസ്, പരാതികൾ കേട്ട് 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 അത് പരിഹരിക്കാൻ വേണ്ടി വന്നതാണെന്ന് മാത്രം കരുതിയാൽ മതി. നിങ്ങളുടെ പരാതികളെല്ലാം പരിഹരിക്കാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാനിടയുണ്ടായത്. ഇനി ഇതുപോലെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, വണ്ടികളുടെ വില പറഞ്ഞില്ല, മോഡലുകൾ പറഞ്ഞില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഇനി ഓരോ വണ്ടികളുടെ വീഡിയോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൽ ആദ്യത്തെ വണ്ടിയാണ് നമ്മളുടെ ഡുക്കാട്ടി സ്ട്രീറ്റ് ഫൈറ്റ്. അപ്പൊ ആദ്യം നമുക്ക് തുടങ്ങാവുന്നത് നമ്മളുടെ ഡുക്കാട്ടി എന്നാണ്. ഒരു ചെറിയ റെഡ് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, മറ്റേ നമ്മൾ പറയില്ലേ ചില ഇത് കാണുമ്പോൾ അത്ര സെക്സി ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ഇന്ന് നമ്മുടെ അടുത്തുള്ളത്. ഇതൊരു നേക്കഡ് ബൈക്കാണ്. ഇതിന്റെ ഉള്ളില് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇതിന്റെ ഉള്ളിലില്ലേ കുതിരകളുടെ ഇല്ലേ സംസ്ഥാന സമ്മേളനമാണ്. അത്ര കുതിരകളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. നിങ്ങൾക്ക് ഞാൻ പറയണ ഒരു ഇമോഷൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നിറച്ചും കുതിരകളുള്ള ഒരു വണ്ടിയാണ്. ഇതിന്റെ പവർ ഈസ് ടു വെയിറ്റ് റേഷ്യോ ഇല്ലേ 1:1 ആണ്. അതാണ് നമ്മുടെ ഡുക്കാട്ടി സ്ട്രീറ്റ് ഫൈറ്റർ. ഇതിന്റെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ ഒരു അഗ്രഷനുള്ള മോട്ടോർ സൈക്കിളാണ്, ശരിക്കും ഒരു അഗ്രസീവ്. ഇതിന്റെ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ മേളില് ഒരു കണ്ണിന്റെ മേളില് പിരികമുള്ള പോലെ ഇരിക്കണത് ഒരു ആംഗ്രി ഫേസ് അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാട്ടാ. ഞാൻ പറയണതെല്ലാം എടുക്കണമെന്ന് ഞാൻ പറയണില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്ത് നമുക്ക് തമ്മിലൊരു ഡിസ്കസ് ചെയ്യാന്നേ. അതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഇതൊരു 2022 മോഡൽ സ്ട്രീറ്റ് ഫൈറ്റർ ആണ്. സ്ട്രീറ്റ് ഫൈറ്ററിന്റെ ഷേപ്പ് തന്നെ നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ നിറഞ്ഞു നടക്കണ ഒരു വണ്ടിയാണ്. മോട്ടോ GP ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. മോട്ടോ GPയിൽ ഡുക്കാട്ടിയാണ് ഫസ്റ്റ് അടിച്ചിട്ടുള്ളത്. ഫ്രാൻസിസ്കോ ബഗാനിയ അങ്ങനെ എന്തോണം അവന്റെ പേര്. എനിക്ക് അവന്റെ സെക്കൻഡ് നെയിം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഇത് V2 ആണ്. എനിക്കറിയാലോ സ്ട്രീറ്റ് ഫൈറ്റർ ഡുക്കാട്ടിയുടെ V2 ഉണ്ട്, V4 ഉണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് V2 ആണ്. പിന്നെ ഇതിന്റെ ലുക്സ് കാര്യങ്ങളൊക്കെ അറിയാലോ. നിങ്ങൾ എവിടെ കൊണ്ടേ വെച്ചാലും ആൾക്കാർ വന്ന് നോക്കും. അത്ര ബ്യൂട്ടിയും ഒരു അഗ്രസീവ് മോട്ടോർ സൈക്കിളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊരു 1000cc മോട്ടോർ സൈക്കിളാണ്. 1000cc എന്ന് പറഞ്ഞാൽ എനിക്കറിയാലോ 900 കൃത്യമായിട്ട് ഞാൻ ഓർക്കണ 959 എന്തെങ്കിലും ആയിരിക്കാം, 986. നിങ്ങൾ എന്തായാലും കോമന്റ് സെക്ഷനിൽ അറിയിക്കും. നിങ്ങളും കുറച്ചൊന്ന് പഠിക്കും ഇതിനെ പറ്റി. ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നോക്കി, ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിഫിക്കേഷൻ നോക്കി, 2 ഓയിൽ ക്യാൻ അപ്പുറത്ത് ഇപ്പുറത്ത്. ഇത് ഒരുപാട് ആൾക്കാർ ആഫ്റ്റർ മാർക്കറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിന് ഇതൊക്കെ ഇൻബിൽഡ് ആണ്. അറിയാലോ, എനിക്ക് തോന്നുന്നു 2022 ഈ വണ്ടിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 ലക്ഷം ഓൾമോസ്റ്റ് ഇതിന് വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഹാൻഡിൽ കൊബിൾ ചെയ്യാണ്ടിരിക്കാനുള്ള എല്ലാ സേഫ്റ്റി ഇതിനുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, ABS, അങ്ങനെയുള്ള എല്ലാം. പിന്നെ കുറേ മോഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് റൈഡിങ് മോഡ്സ് എടുത്തു കഴിഞ്ഞാൽ വെറ്റ്, റോഡ്, സ്പോർട്സ്, ഇങ്ങനെയൊക്കെ ടക്കാണ് കണ്ടോ. അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് റൈഡിങ് മോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നിങ്ങളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കില്ല. ഇന്നത്തെ എല്ലാ സൂപ്പർ ബൈക്സും പൊതുവെ എല്ലാത്തിലും നിങ്ങൾക്കറിയാലോ ട്രാക്ഷൻ കൺട്രോൾ, ABS, പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും വന്നതുകൊണ്ട് നിങ്ങളിനി ഒരു സൂപ്പർ ബൈക്ക് അങ്ങനെ പെട്ടെന്ന് പേടിപ്പിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓടിക്കാവുന്നതാണ്. നമ്മുടെ ഇന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ 2022 സിംഗിൾ ഓണർ ഓൾമോസ്റ്റ് 4000, ഞാൻ പറഞ്ഞ കേട്ടാ 4749 കിലോമീറ്റർ ആണ് നമ്മളുടെ സ്ട്രീറ്റ് ഫൈറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. അപ്പോൾ വളരെയധികം ഒരു ക്ലീൻ മോട്ടോർ സൈക്കിളാണ്. പിന്നെ സർവീസ് ഒക്കെ നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ചെക്കപ്പ് സർവീസ് മാത്രമേ ഈ മോട്ടോർ സൈക്കിളിനുള്ളൂ. ഇതിന്റെ പവർ കാര്യങ്ങളൊക്കെ വെറുതെ സീനാണ്. ഡുക്കാട്ടിയുടെ ഐക്കോണിക് സാധനം സിംഗിൾ സൈഡ് സ്വിംഗ് ആണ്. കണ്ട ബാക്കില് ഷോക്ക് അബ്സേഴ്സ് ഇല്ലല്ലോ അല്ലെ, സൈഡില് ഉണ്ട്. ഇതിന്റെ ആ ഒരു ഷേപ്പ് കണ്ട, ബാക്കിൽ ടയർ കുറച്ചിങ്ങനെ നീങ്ങിയിരിക്കുന്നുണ്ട്. അതാണ് ഇവന്റെ ഒരു സംഭവം. ടയറൊക്കെ കണ്ടാൽ തന്നെ ഇച്ചിരി എയർ കുറവാൻ പോകുന്നുണ്ട്. ബാക്കിലെ ഷേപ്പൊക്കെ ഒരു രക്ഷയില്ലാത്ത ഷേപ്പാണ്. ബാക്കിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഉള്ളില് 2 ഹോൾസ് ഉണ്ട്. അതതിന്റെ ഷേപ്പും എയറോഡൈനാമിക്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ മോട്ടോ GP ആ ഒരു സംഭവമില്ലേ, അതിൻ്റെയൊക്കെ ഒരു തുടക്കക്കാരൻ എന്നൊക്കെ ഇവനെ വിളിക്കാൻ നമുക്ക് വേണമെങ്കിൽ. അതാണ് ഇവന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇവന്റെ ഇപ്പത്തെ നിലവിലുള്ള പ്രൈസ് ഇല്ലേ, പ്രൈസ് എത്ര ഇരിക്കും നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. ഇവൻ എത്ര രൂപ വേണം? ഇവൻ ഇറങ്ങിയ സമയത്ത് 23 ലക്ഷം രൂപ ഉണ്ടായി. ഇപ്പൊ 2022 അല്ലേ, 21, 24, 25 3 വർഷം കൊണ്ട് ഇവന് വരേണ്ട ഡിപ്രിസിയേഷൻ 4000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ എത്ര രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യും. ഞാൻ നോക്കട്ടെ കറക്റ്റായിട്ട് വന്നോന്ന്.
ഞങ്ങളല്ല എപ്പോഴും പ്രൈസ് പറയണത്. പിന്നെ ഇതിന്റെ വീഡിയോ ഓൾറെഡി കണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടാ. അവര് നല്ല എന്താ പറയാ ആ സെയിം പ്രൈസ് ഗസ് ചെയ്ത് വീഡിയോ കാണാത്തവര് പറഞ്ഞു. പിന്നെ ഇത് ഇത്ര പുതിയ വണ്ടിയാണ്, വേറെ ഒന്നും ഇതിന് എന്താ പറയാ യൂസ് റഫ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള സംഭവം ഞാൻ കാണിച്ചുതരാം. ഒന്ന് വരാമോ? ഇവിടെ കണ്ട ഈ സ്ക്രൂവിന്റെ ഇവിടുത്തെ ഈ യെല്ലോ സാധനം പുതിയ വണ്ടി മേടിക്കുമ്പോൾ ഉണ്ടാവുന്ന സാധനമാണ് ഇതൊക്കെ. ഇവിടെ 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 അങ്ങനെ എല്ലായിടത്തും തന്നെ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ട പെയിന്റ് ജോബൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇതിന്റെ ഒരു സംഭവം. അത്ര ക്വാളിറ്റിയിലാണ് വണ്ടി ഇരിക്കണത്. അപ്പൊ ഇനി അടുത്ത് പിന്നെ നിങ്ങൾക്ക് ഇനി എക്സോസ്റ്റ് നോട്ടല്ലേ ജസ്റ്റ് കേൾപ്പിച്ചു വണ്ടി നമ്മൾ സൗണ്ട് ഭയങ്കര ലൗഡുള്ള സൗണ്ടാണ് കേട്ടോ. ഇതിപ്പോ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കേൾക്കാം. ജസ്റ്റ് കേൾപ്പിച്ചോ. നല്ല ലൗഡായിട്ടുള്ള സൗണ്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലൗഡല്ലേ വണ്ടി. ഇപ്പൊ നിങ്ങൾ കേട്ടത് ഇതിന്റെ സ്റ്റോക്ക് എക്സോസ്റ്റിന്റെ സൗണ്ടാണ്. ഇതിന്റെ നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഏകദേശം ഒരു 7 lakhs വരും. ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് സ്ട്രീറ്റ് ഫൈറ്ററിൽ ചെയ്യണമെങ്കിൽ അതിന്റെ ഔട്ട് വേറെ ലെവലായിരിക്കും. സ്റ്റോക്കിന്റെ സൗണ്ട് തന്നെ അത്യാവശ്യം നല്ലതാണ്. വണ്ടി ഒന്ന് ഹീറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു സൗണ്ടിലേക്ക് ഈ വണ്ടി വരുന്നതാണ് നമ്മുടെ സ്ട്രീറ്റ് ഫൈറ്റർ. ഇതിന്റെ പ്രൈസ് ഞാൻ തന്നെ പറഞ്ഞേക്കാം, നിങ്ങളെ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതിന് മുന്നേ ഇതിന്റെ ടെയിൽ ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടില്ല? ടെയിൽ ലൈറ്റ് കൂടെ ഞാൻ കാണിച്ചത്. ഇതിന്റെ ബാക്കിലെ ടെയിൽ ലൈറ്റ് ആയി കണ്ട ബാക്കും ഇച്ചിരി കുറവായി വണ്ടിക്ക്. ബാക്കിലെ സാധനങ്ങളെ ഇച്ചിരി കുറവാ. സാധാരണ എക്സോസ്റ്റ് ഒക്കെ വരില്ലേ കണ്ട ബ്യൂട്ടി അല്ലേ. ഈ അത്ര കാണുമ്പോ തന്നെ ഉണ്ടല്ലോ ആ ഒരു രസം കണ്ടെങ്കിൽ ആ ഷേപ്പും ആ ഒരു ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡുക്കാട്ടി എയർലൈൻസിന്റെ വണ്ടിയാണ്. പറക്കും സാധനം, അതാണ് അതിന്റെ ഒരു പവർ. ഡുക്കാട്ടി എയർലൈൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഡുക്കാട്ടി മാത്രമല്ല എല്ലാ ഇൻലൈൻ 4 ഉള്ള വണ്ടികളും. ഇൻലൈൻ 4 അല്ല കേട്ടോ, ഞാൻ ഇൻലൈൻ 4 ആണെന്ന് പറഞ്ഞെന്ന് പറയരുത്. ഇത് ഇൻലൈൻ 4 അല്ല, ഇത് V2 എഞ്ചിനാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഡുക്കാട്ടിയുടെ ഒരു പവർ എന്ന് വെച്ചാൽ എയർലൈൻസ് പോലെ തന്നെ പറക്കും. അത് അമ്മായി പറപ്പിക്കാൻ പറ്റിയ ആൾക്കാർക്ക് ഈ വണ്ടി എടുത്താൽ മതി. ഒരു ബിഗിനർ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ കുറച്ച് വണ്ടികളൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഈ വണ്ടി അവർക്ക് സജസ്റ്റ് ചെയ്യുക. അല്ലാത്തവർ ഈ വണ്ടി എടുത്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ വണ്ടികളിൽ നിങ്ങൾ കുറച്ചാളിങ്ങനെ ഓടിച്ച് അപ്ഗ്രേഡ് ചെയ്ത് ഇതിലേക്ക് വന്നാൽ മതി. ഡയറക്റ്റ് ഇപ്പോൾ ഒരു ബിഗിനറൊക്കെ വന്നിട്ട് ഈ വണ്ടി എടുത്ത് തന്നെ അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ ഈ വണ്ടി. ഞാൻ പറഞ്ഞില്ല, എക്സ്പീരിയൻസ്ഡ് ആൾക്കാരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഈ വണ്ടിക്ക് നമ്മളുടെ പ്രൈസ് ഇട്ടിരിക്കുന്നത് അറൗണ്ട് ഒരു 17.5 lakhs ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറൊക്കെ നോക്കി വിളിച്ച് വണ്ടികളൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഷോറൂമിലേക്ക് ഇറങ്ങുക ഫ്രീ ആയിരിക്കുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വണ്ടിയൊക്കെ കണ്ട് ഒക്കെ പോവാം. അപ്പോൾ ഞാൻ ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്ക് ബൈ.